ഇന്ന് ഞാൻ പറയാം, എല്ലാരും എന്നോന്ന് ചോദിക്കുക, +2 തീർന്നിട്ട് ഏത് കോഴ്സ് എടുക്കണമെന്ന്, എന്നാ ചെയ്യണമെന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ താഴ്ത്തിയ, എനിക്ക് ഫ്ലൈറ്റ് എന്നും കൂടെ സ്പെല്ലിംഗ് അറിയത്തില്ല, അങ്ങനെ ഇരുന്ന് ഓർത്തിന് ദൈവം മാനിച്ചത്. അതിന്റെ കാരണം എന്നാന്ന് പറയട്ടെ, ഞാൻ എല്ലാം കഴിവുകൊണ്ട് ഇറങ്ങിയല്ല. അതെ, ഒരു ഓട്ടോ ഡ്രൈവറിന്റെ മോൻ, ഒരു എസ്റ്റേറ്റിൽ പണി ചെയ്യുന്നവരുടെ മോൻ. പക്ഷെ ദൈവം പണക്കാരുടെ പിള്ളേരെ ലോകത്തെ ഇറക്കി ശുശ്രൂഷയിലില്ല. ഞാൻ പറയുന്ന ഒന്നേ ഒന്ന്, ദൈവത്തിന്റെ സമൂഹത്തിൽ നമ്മളെ താഴ്ത്തിയ ദൈവം നനച്ചു പാക്കാതെ ഉയരത്തിൽ നമ്മളെ ഉയരും. ഞാൻ പറയട്ടെ, ഇതൊക്കെ സിമ്പിളാ. മോൻസി എന്നോട് പ്രാർത്ഥിക്കാൻ പോയി, ബെർക്കുമൻസയോട് പ്രാർത്ഥിക്കാൻ പോയി. അവരൊക്കെ എന്നെ കട്ടിപ്പിടിച്ചിട്ട് ഒരു വാക്യം പറഞ്ഞു, എന്നാ നോട്ടെ, 2030 ഇന്ത്യക്കകത്ത് ഒരു റിവൈവൽ വരും, അതിനകത്ത് മോനെ നിന്നെ ദൈവം ഫസ്റ്റായിട്ട് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് കാരണം കൊണ്ട് ഞാൻ പറയുവാൻ, നെഗളം പാടില്ല. ഒത്തിരി പാസ്റ്റർമാരുന്നു ഇന്ന് ഞാൻ കാണുന്ന പാസ്റ്റർമാർക്കൊക്കെ എന്നാന്ന് പറഞ്ഞ ഭയങ്കര നെകളവാ. ഇവരൊക്കെ നല്ലവരാ, ഞാൻ പറയുക. ഞാൻ കണ്ടിട്ട് എന്റെ അടുത്ത് ഒത്തിരി പേര് പറയും, എനിക്ക് അവനെ അറിയാം, എനിക്ക് ഇവനെ അറിയാം, അവനറിയാം. എനിക്ക് സച്ചിനെ അറിയാം. പിന്നെ സച്ചിൻ എന്നെ അറിയാവോ? ചുമ്മാ ഉടായ്പാണ്. അതെ, ഞാൻ അവിടെ എനിക്ക് മീറ്റിംഗ് ഉണ്ട്. നമ്മളെ കാണുമ്പോ അതുവരെ നോർമലായിട്ട് നിൽക്കും. നമ്മളെ കാണുമ്പോ വരാത്ത ഫോണോ അവന് എന്നെ ചെയ്യും, ഭയങ്കര ബിസിയായിരിക്കും. പക്ഷെ അതൊക്കെ ചുമ്മാതെയാണ്. ഞാൻ പറയട്ടെ, ദൈവ സമൂഹത്ത് നീയായിട്ടിരുന്നെങ്കിൽ ഏതും ദൈവത്തിന് പോയി ആരും ആൾട്രേഷൻ പറഞ്ഞു കൊടുക്കില്ലേ. ദൈവമേ ഇത് ചെയ്യണം, അത് ചെയ്യണം, ദൈവം പറഞ്ഞ എല്ലാം കറക്റ്റ് ആയിരിക്കും. അല്ലേ? ദൈവത്തിന് ഒരു ആലോചന പറഞ്ഞു കൊടുക്കുന്നു. നാളെ ഉണ്ട് ഒരു സബ്ജക്ട് എങ്ങനെ. അത് കാരണം കൊണ്ട് നെഗളം പാടില്ല. 7ാമത്തെ തീർക്കാൻ പോവാണ്. കയപ്പ് പാടില്ല. എന്നാ കയപ്പ് വെച്ചിട്ട് നമ്മള് ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരവ് തരത്തില്ല. അത് കയപ്പ. ഭാര്യയോട് കയപ്പ്, ഭർത്താവോട് കയപ്പ്, പാസ്റ്ററിനോട് കയപ്പ്, ആങ്ങളയോട് പെങ്ങളയോട് കയപ്പ്, ഒരേ കയപ്പ്. കയപ്പ് വെച്ചിട്ട് നീ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്നാ വരുത്തില്ല. പാസ്റ്റർ എനിക്കൊരു സാക്ഷി പറഞ്ഞു. ഞാൻ രാവിലെ പ്രസംഗിച്ചിട്ടപ്പോ പാസ്റ്ററിന്റെ പ്രസംഗം ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ഒരു കയപ്പ് മാറി വരുമ്പോഴാ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്ന, ആർക്കെങ്കിലും മിണ്ടിയിട്ടില്ലെങ്കിൽ പോയി ഒരു സോറി ചോദിച്ചിട്ട് അങ്ങനെ അമീതി അയക്കണം. ഹല്ലേലൂയ. എനിക്ക് ചിലരെ കാണുമ്പോഴൊക്കെ ഭയങ്കര കയപ്പാണ്. പക്ഷെ ദൈവത്തിനോട് പോയി ഇരിക്കുമ്പോൾ ദൈവം പറയും, നിന്നെ മിനിസ്ട്രിയിൽ ഞാൻ ഉപയോഗിക്കണമെങ്കിൽ എല്ലാരും എന്നോട് പറയും, പോയി മിണ്ട് എല്ലാരോടും. അച്ഛനും കൂടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും മിണ്ട്. പക്ഷെ എനിക്ക് കയപ്പില്ല, പക്ഷെ വേദനയായിരുന്നു. പക്ഷെ ഞാൻ ആരോടും കയപ്പ് വയ്ക്കത്തില്ല. കയപ്പ് വെച്ചാ ഇത്ര ധൈര്യമായിട്ട് ഇത്ര നേരം സംസാരിക്കാനും പറ്റത്തില്ല. അത് കാരണം കയപ്പുണ്ടെങ്കിൽ അത് ആരായിക്കോട്ടെ, നിങ്ങൾ പോയി സോറി എന്ന് ചോദിച്ചാൽ കുറഞ്ഞു പോകത്തേ ഇല്ല. പോയി സോറി ചോദിച്ചിട്ട് ദൈവമേ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പാസ്റ്റർ ഇന്നൊരു വാചകം പറഞ്ഞായിരുന്നു. യാക്കോബോട് ദൈവം സംസാരിച്ചില്ല, പക്ഷെ ഏശാവോട് സംസാരിച്ചത് ആർക്കറിഞ്ഞില്ല എന്നറിയാവോ? യാക്കോബിനെ അറിഞ്ഞില്ല. അവൻ വരുന്നുണ്ട്, ഇവനെ നീ ഒന്നും ചെയ്യില്ലെന്ന്. നമ്മള് ക്ഷമ ചോദിച്ചാൽ, നമ്മള് കയപ്പിനെ മാറ്റിയ എന്നാ ചെയ്യുന്നറിയാവോ? നമ്മോട് സംസാരിക്കത്തില്ല, നമുക്ക് ഓപ്പോസിറ്റ് പാർട്ടി ഇല്ലേ, അവനോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. അങ്ങനത്തെ ദൈവത്തെയാ നിങ്ങളും ഞാൻ ആരാധിക്കുന്നത്. ഇപ്പൊ 6 തീർന്നില്ലേ? 7 തീർന്നു. ഇപ്പൊ 8ാമത്തേത്. അത് തമിഴ് പറയാം, മലയാളത്തിന്റെ വാക്ക് കിട്ടുന്നില്ല, പക്ഷെ ഞാൻ ശ്രമിക്കാം. തമിഴിലുണ്ട് നേർ ചട്ടം, സ്ട്രേറ്റ് ഫോർവേഡ്. അങ്ങനെന്ന് പറഞ്ഞ എന്നാ, ദൈവത്തെ നമ്മുടെ വരയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നു. ദൈവമേ ഇപ്പൊ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ ചെയ്യണം, ഇപ്പൊ ചെയ്താലോ ഞാൻ പോകത്തുള്ളൂ. ഇങ്ങനെ പ്രാർത്ഥിക്കല്ലേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറു ഉത്തരവ്. എന്നാ ബൈബിളിനകത്തോണ്ട്, നിന്റെ നിലവ് എന്റെ നിലവല്ല, നിന്റെ വഴിയും എന്റെ വഴിയുമല്ല. നമ്മൾ ഒരേ പ്രാർത്ഥന ഇപ്പൊ തന്നെ ചെയ്യണം, ഇങ്ങനെ തന്നെ ചെയ്യണം. 9 മാസത്തിൽ 10 മാസം പറഞ്ഞാൽ അത് നോർമൽ ഡെലിവറി. അയ്യോ എനിക്ക് വേദന എടുക്കുന്നേ,
ചേച്ചി ചിരിക്കുക. എടുക്കുന്നേന്ന് വലിയ 7 നർസമ്മ പറയണം, 7 മാസത്തിൽ പിറന്നാൽ അത് എന്നെ പ്രസവ പ്രീ മെച്യൂർഡ് ബേബി എന്ന് പറയും. നമുക്ക് ഏതും പ്രീ മെച്യൂർഡ് ബേബി വേണ്ട, നമുക്ക് നോർമൽ ഡെലിവറി മതി. ഹല്ലേലൂയ. അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യരുത്. ലാസ്റ്റ് പാടാ തീർന്നല്ല ഇപ്പോഴെങ്കിലും നമ്മള് എന്നിങ്ങനല്ല വരുന്നേ. ലാസ്റ്റ് ഒന്ന് ആർക്കും ബോറടിച്ചില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഞാൻ അത് പറഞ്ഞുതരാം. ആരും ഇത് പറഞ്ഞു തരത്തില്ലെന്നേ. യോബുവിന് എന്നാ മന്ത്രം ചെയ്തു നോക്കി പിശാച്. അവന് കൂടോത്രം ചെയ്യട്ടെ, അവന് മന്ത്രവാദം ചെയ്യട്ടെ, അവന്റെ മുടിയെടുത്ത് ചെയ്യട്ടെ, അവന്റെ തുണിയെടുത്ത് ചെയ്യട്ടെ, പക്ഷെ ശത്രുവിന് അവന്റെ ഭവനത്തിനകത്ത് പോകാൻ പറ്റിയില്ല. അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞ ദൈവം അവനെ ചുറ്റിലും എല്ലാം അടച്ച്. നമ്മള് പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവമേ എന്നെയും എന്റെ ഭവനത്തെയും വേലിയടച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ തേവയില്ലാത്തതൊക്കെ എവിടെ വരും? പറ, വീട്ടിനകത്ത് വരും. ഈ ഇലക്ട്രിസിറ്റി ബോർഡ് പോത്തുപാറയിലുണ്ട്. അവിടെ പോകുമ്പോൾ മലയാളത്തിൽ എന്നാ എഴുതിയിരിക്കുന്നത്, തമിഴിൽ ഇംഗ്ലീഷിൽ ഡേഞ്ചർ എന്നില്ല, അപകടം. അവിടെ അറിഞ്ഞു പോയാലും പ്രശ്നമാ, അറിയാതെ പോയാലും പ്രശ്നമാ. ദൈവ മക്കൾ സത്യസന്ധമായിട്ട് പ്രാർത്ഥിച്ചാൽ പിശാച് അറിഞ്ഞും വരാൻ പറ്റത്തില്ല, അറിയാതെയും വരാൻ പറ്റില്ല. ഒരു വേലി നമ്മളെ ചുറ്റിലും ഉണ്ട്. ഇങ്ങനെ തിരിച്ചു പറയാം, എനിക്ക് നല്ല കാർ ഓട്ട് അറിയാം, കറക്റ്റ് അല്ലേ? എനിക്ക് ഡ്രൈവിംഗ് നല്ലപോലെ അറിയാം. പക്ഷെ ഒന്ന് പറയാം, എനിക്ക് എന്നാ ഡ്രൈവിംഗ് അറിഞ്ഞാലും ആപ്പോസിറ്റ് വരുന്ന വണ്ടി നല്ലപോലെ വന്നില്ലെങ്കിൽ അത് എന്നാകും? അത് കാരണം കൊണ്ട് ദൈവമേ രാവിലെ പോകുമ്പോ എനിക്ക് പരിക്ക് പറ്റല്ലേ, എന്റെ കാലയിൽ ഒന്നും തട്ടല്ലേ എന്ന് പറഞ്ഞ് ഡെയിലി പ്രാർത്ഥിച്ചിട്ട് പോകും. യോബ് പറഞ്ഞു, യോബ് 8 മണിയായ ടൈം പറഞ്ഞിട്ടില്ല ബൈബിളിൽ, തന്നെ പിള്ളേരെയും വിളിച്ച് ഡെയിലി പ്രാർത്ഥിക്കുന്നു. നീ നിന്റെ മൊബൈൽ കാണിച്ചേ, നീ ഇന്ന് സ്കൂളിൽ പോയോ, നീ എന്നാ പഠിച്ചെന്ന് ഡെയിലി ചെക്കിങ് ആണ്. ആറ്? യോബ്. നമ്മള് അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് കാരണം കൊണ്ടാ ദൈവം അവരെ വേലി അടച്ചത്. നമ്മള് ഡെയിലി എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയാം, ദൈവമേ എന്റെയും എന്റെ ഭവനത്തെയും എന്നാ ചെയ്യണം? വേലി കെട്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ 9 കാര്യം നമ്മൾ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ടക്ക് 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 എന്നാ വരും? മറുപടി വരും. ഹല്ലേലൂയ. അത് കാരണം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വല്ല ഭൂതത്തിനെയും വരട്ടിട്ട് വരുമ്പോ വീട്ടിൽ ഭൂതം കയറിയേക്കും. അതെ, ആ ഭൂതം ഓടും, ഈ ഭൂതം ഓടത്തില്ല, കൂടെയേ കാണും. നല്ലവേളെ പൊങ്കളോ പറഞ്ഞേ. അത് കാരണം കൊണ്ട് തലവലിക്കൊക്കെ ആർക്കെങ്കിലും പ്രാർത്ഥിച്ച, ദൈവമേ ഇവിടെ നിന്ന് ഒരേ പ്രാർത്ഥനയാ, അവള് മാറും, നിനക്ക് പിടിക്കും. അത് കാരണം കൊണ്ട് നമ്മള് സ്ട്രോങ് ആയിട്ട് വേണം മറ്റവർക്ക് എന്നാ ചെയ്യാൻ. നമ്മള് വീക്കായിട്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാ അവള് കടന്നുറങ്ങും, നിന്റെ സമാധാനം പോകും. അതുകൊണ്ട് ആരുടെ തലയിലും പോയി കൈ ഉടനെ അച്ചേക്കല്ല. ആർക്കും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എടുത്തു ചാടി പോകല്ലേ. വേണമെങ്കിൽ അനുഭവിച്ചൊരു ചോദിച്ചു നോക്കും. അത് കാരണം ഞാൻ പറയുക, വേലി അടച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ ഞാൻ കാറിൽ പോവാ, ഞാൻ ശുശ്രൂഷയ്ക്ക് പോവാ, ഞാൻ സ്കൂളിൽ പോവാ, വേലി അടച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഗേറ്റ് തുറന്നിട്ട് തോട്ടത്തിനകത്ത് ആര് വേണമെങ്കിലും കേറും. അത് കാരണം പറയുക, നിങ്ങൾക്കെല്ലാം ഒരു പിശാച് കാണുമ്പോൾ ഡേഞ്ചറാന്ന് അറിയണം. ഇവന്റെ തൊട്ടാ ഹല്ലേലൂയ, അവൻ കത്തണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഈ 9 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിനെ പ്രശകിയാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്നാ വരുത്തില്ല? മറുപടി വരുത്തില്ല. ഇതിന്റെ പകുതി നാളെ തുടരും. അത് വേറെ മാതിരി ഇരിക്കുമെന്ന് നമ്പറേ. സോ അതുപോലെ ഞാൻ നിങ്ങളോട് പറയുവാണ്, ഈ രാത്രി നേരം 9 കാര്യവും ചിന്തിച്ച് നമ്മൾ செயல்படுവാണെങ്കിൽ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. സോ ഇത്ര നേരം ഈ സമയം നിന്ന് അച്ചായനും ക്ഷമിച്ചിരുന്ന നിങ്ങൾക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഗാഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.